ടു മാസ്റ്റർ കേൾക്കാനും ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫാർമക്കോഗ്നോസി 500 MCQ സീരീസിലെ പാർട്ട് 3 പോർഷൻ ആണ്. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 101 to 150 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓൺ ഡിജിറ്റാലിസ് വാസ് കാരിഡ് ഔട്ട് ബൈ ദ സയന്റിസ്റ്റ്. നമ്മുടെ ഡിജിറ്റാലിസ് അല്ലെ, ഒരു കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് പ്രസന്റ് ആയിരിക്കുന്ന ഡ്രഗ് ആണ് ഡിജിറ്റാലിസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിജിറ്റാലിസിന്റെ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടുള്ള സയന്റിസ്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. AW എയ്ക്ലർ, സ്റ്റാസ് ഓട്ടോ, വില്യം വിതറിംഗ്, ജോഹാൻ ഷ്മിത്ത്. ഏത് സയന്റിസ്റ്റ് ആണ് ഡിജിറ്റാലിസിൽ ആ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, വില്യം വിതറിംഗ് ആണ് കേട്ടോ. സ്റ്റാസ് ഓട്ടോ എന്താണ്? എക്സ്ട്രാക്ഷൻ പ്രോസസ് ആണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. വില്യം വിതറിംഗ് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ഫോക്സ് ഗ്ലൗവിലുള്ള, അതായത് ഡിജിറ്റാലിസിലുള്ള ഒരു മെയിൻ കണ്ടന്റ് ഹാർട്ട് ഫെയിലറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എഡിമ, ആ ഒരു കണ്ടീഷൻ പറയുന്ന പേരാണ് ഡ്രോപ്സി. അപ്പൊ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന എഡിമയ്ക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ഈ ഒരു വില്യം വിതറിംഗിന്റെ സ്റ്റഡീസ് വരുന്നത്. സോ അങ്ങനെയാണ് നമ്മുടെ ഡിജിറ്റാലിസ് കാർഡിയാക് ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പനക്സോസൈഡ് ഇസ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ്. പനക്സോസൈഡ് ഈ പറയുന്നതിൽ ഏതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ്? ജിൻസൺ, ബ്രഹ്മി, സെനേഗ, ഗോഹു. ഏതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ് പനക്സോസൈഡ് എന്ന് പറയുമ്പോൾ? ജിൻസങ്ങിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ് പനക്സോസൈഡ്സ്. ജിൻസങ്ങിന്റെ സിനോണിംസ് നോക്കിയാൽ പാനക്സ്, ചൈനീസ് ജിൻസങ്, പാനഗ്, നീം ജിൻസ് വരുന്നുണ്ട്. ബയോളജിക്കൽ സോഴ്സ് എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഡ്രൈഡ് റൂട്ട്സ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ റൂട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. പാനക്സ് ജിൻസങ് ബിലോങ്സ് ടു ദ ഫാമിലി അരാലിയേസി ആണ് വരുന്നത്. ഇനി ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ജിൻസനോസൈഡ്സും അതുപോലെ തന്നെ ചിക്കൂസെറ്റ്സൂസപ്പോണിൻസും കൂടി ഉണ്ട്. ഓക്കെ, പനക്സോസൈഡ് കൂടാതെ തന്നെ ജിൻസനോസൈഡ്സും ചിക്കൂസെറ്റ്സൂസപ്പോണിൻസും കൂടി ഉണ്ട് ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവന്റ്. ഇനി ജിൻസനോസൈഡ്സിൽ വരുന്ന എഗ് ഗ്ലൈക്കോൺ പാർട്ട് ആണ് ഡാമറോൾ. ഓക്കെ, എഗ് ഗ്ലൈക്കോൺ പാർട്ട് ആണ് ഡാമറോൾ എന്ന് പറയുന്നത്. ദെൻ പനക്സോസൈഡ്സിൽ ഒലിയോനിലിക് ആസിഡ്സ് ആണ് എഗ് ഗ്ലൈക്കോൺ പാർട്ടായിട്ട് വരുന്നത്. അപ്പോൾ രണ്ട് കോമ്പൗണ്ട് ആണ് ജിൻസനോസൈഡ്സും അതുപോലെ പനക്സോസൈഡ്സും. അതിൽ തന്നെ ജിൻസനോസൈഡ്സിന്റെ എഗ് ഗ്ലൈക്കോൺ പാർട്ട് വരുന്നത് ഡാമറോളും, പനക്സോസൈഡ്സിന്റെ എഗ് ഗ്ലൈക്കോൺ പാർട്ട് അതായത് നോൺ ഷുഗർ മൊയിറ്റി വരുന്നത് ഒലിയോനിലിക് ആസിഡ്സും ആണ് വരുന്നത്. അപ്പൊ നമ്മളോടുള്ള ക്വസ്റ്റ്യൻസ് പനക്സോസൈഡ് ഏതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് ആണെന്നാണ്. അതിന് ആൻസർ വരുന്നത് ജിൻസൺ. പിന്നെ പനക്സോസൈഡിന്റെ എഗ് ഗ്ലൈക്കോൺ പാർട്ട് കൂടെ അറിഞ്ഞിരിക്കുക, ഒലിയനോളിക് ആസിഡ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെനേഗ ഈസ് ഓൾസോ കോൾഡ്. സെനേഗയുടെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. റാറ്റിൽ സ്നേക്ക് റൂട്ട്, ഫോക്സ് ഗ്ലൗ ലീവ്സ്, യാം, മുസബ്ബർ. അല്ലെ, ഇതിൽ ഫോക്സ് ഗ്ലൗ ലീവ്സ് നമുക്കറിയാം ഡിജിറ്റാലിസ് ആണ് വരുന്നത്. ഡിജിറ്റാലിസ്. യാം എന്ന് പറയുമ്പോൾ ഡയാസ്കോറിയ റൂട്ട് ആണ് അല്ലെ, ഡയാസ്കോറിയ ആണ് വരുന്നത്. ആൻഡ് മുസബ്ബർ എന്താണ്? അലോയ് ആണ്. അപ്പം ഇത് എന്തിന്റെ സിനോണിം ആയിരിക്കും? റാറ്റിൽ സ്നേക്ക് റൂട്ടിന്റെ സിനോണിം ആണ് സെനേഗ എന്ന് പറയുമ്പോൾ. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. സെനേഗ സ്നേക്ക് റൂട്ട് അല്ലെങ്കിൽ റാറ്റിൽ സ്നേക്ക് റൂട്ട്, ഇങ്ങനെ രണ്ട് സിനോണിംസ് നമുക്ക് പറയാം. പിന്നെ ബയോളജിക്കൽ സോഴ്സ് വരുന്നത് ഡ്രൈഡ് റൂട്ട് ആൻഡ് റൂട്ട് സ്റ്റോക്ക് ഓഫ് പോളിഗല സെനേഗ അല്ലെങ്കിൽ പോളിഗേറ്റ സെനേഗ. ഫാമിലി വരുന്നത് പോളിഗലേസി ആണ് ഫാമിലി വരുന്നത്. ഓക്കെ, അപ്പം സെനേഗയുടെ സിനോണിം ആണ് റാറ്റിൽ സ്നേക്ക് റൂട്ട് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, reagent used in the Klung's isobarbaലോയിൻ ടെസ്റ്റ് ആർ. നമുക്ക് അലോയുടെ കണ്ടന്റ് ആണ് ഐസോബാർബലോയിൻ അല്ലെ. അപ്പൊ ഐസോബാർബലോയിൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റ് ആണ് ക്ലങ്സ് ഐസോബാർബലോയിൻ എന്നുള്ളത്. അപ്പൊ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന റിയേജന്റ് ഏതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. CuSO4 NaCl 90% ആൽക്കഹോൾ, CuSO4 ലാക്ടോഫിനോൾ 90% ആൽക്കഹോൾ, CuSO4 NaCl പ്ലസ് വാട്ടർ, CuSO4 ലാക്ടോഫിനോൾ പ്ലസ് വാട്ടർ. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഇവിടുത്തെ റിയേജന്റ് വരുന്നത് CuSO4 സോഡിയം ക്ലോറൈഡും അതുപോലെ 90% ആൽക്കഹോളും ആണ് വരുന്നത്. ഇത് നമ്മൾ പറഞ്ഞു ഐസോബാർബലോയിൻ കണ്ടന്റിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് കേട്ടോ, ജനറൽ അല്ല. സ്പെസിഫിക് ഐസോബാർബലോയിൻ കോൺസ്റ്റിറ്റ്യൂവന്റിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ്. അപ്പോൾ ഓരോ കാറ്റഗറി അല്ലെങ്കിൽ ഓരോ സ്പീഷീസും ഓരോ റിസൾട്ട് ആയിരിക്കും നമുക്ക് തരിക. കുറക്കാവോ അലവി ആണെങ്കിൽ വൈൻ റെഡ് കളർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു ടെസ്റ്റിൽ.
കേപ്പ് അലോയ് ആണെങ്കിൽ ഒരു ഫെയിൻ കളർ ആയിരിക്കും, അത് പെട്ടെന്ന് തന്നെ യെല്ലോ കളർ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. സോക്കോട്രിനും സാൻസിബാറിലും ആണെങ്കിൽ നോ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഐസോബാർബിലോയിൻ ടെസ്റ്റിൽ റിസൾട്ടും കൂടെ അറിഞ്ഞിരിക്കുക. കുറക്കാവു അലോയുടെ ഏതാണ് റിസൾട്ട്, ഒരു വട്ടം എക്സാം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കുറക്കാവു അലോയ് വൈൻ റെഡ് കളർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Next question, which drug is under the chemical class of cyanogenetic glycosides? സയാനോജെനിക് ഗ്ലൈക്കോസൈഡ്സിൽ വരുന്ന ഡ്രഗ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിറ്റർ ആൽമണ്ട്, ബ്ലാക്ക് മസ്റ്റാർഡ്, വാനില, ജിങ്കോ. ഇതിനു മുമ്പ് നമ്മൾ സയാനോജെനിക് ഗ്ലൈക്കോസൈഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വൈൽഡ് ചെറിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ സയാനോജെനിക് ഗ്ലൈക്കോസൈഡ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ബിറ്റർ ആൽമണ്ടും സയാനോജെനിക് ഗ്ലൈക്കോസൈഡ്സിൽ വരുന്നതാണ് കേട്ടോ. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. They are also called cyanophore glycosides. ഈ സയാനോജെനിക്കിന്റെ മറ്റൊരു പേരാണ് cyanophore glycosides. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹൈഡ്രോസയനിക് ആസിഡ് HCN ആണ് ഇവിടുത്തെ എഗ്ലൈക്കോൺ അല്ലെങ്കിൽ നോൺ ഷുഗർ മോയിറ്റി വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു നെയിം തന്നെ വരുന്നത്. ഈ സയാനോജെനിക് ഗ്ലൈക്കോസൈഡ്സ് നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രോസയനിക് ആസിഡും ബെൻസാൾഡിഹൈഡും ഷുഗേഴ്സും ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ HCN ആണ് എന്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നോൺ ഷുഗർ മോയിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സയനോജെനിക്കിൽ വരുന്ന മറ്റൊരു ഡ്രഗ് ആണ് വൈൽഡ് ചെറി ബാർക്കും പിന്നെ ബിറ്റർ ആൽമണ്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെറുവോസൈഡ് ഈസ് നാച്ചുറലി ഒബ്റ്റൈൻഡ് ഫ്രം വൺ ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ്സ്. താഴെ പറയുന്ന ഏത് പ്ലാന്റ്സിന്റെ കോൺസ്റ്റുവന്റ് ആയിട്ടാണ് പെറുവോസൈഡ് പറയുന്നത്? ഡയാസ്കോറിയ, തെവേഷ്യ, ലിക്കറൈസ്, ക്വാഷിയ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, തെവേഷ്യയുടെ ഒരു കോൺസ്റ്റുവന്റ് ആണ് പെറുവോസൈഡ് എന്ന് പറയുമ്പോൾ. പെറുവോസൈഡ് വിച്ച് ഈസ് എ കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ആണ് കേട്ടോ. നമ്മുടെ ഹാർട്ട് മസിൽസിലാണ് ഇതിന്റെ ആക്ഷൻസ് വരുന്നത്. അപ്പൊ ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് തെവേഷ്യ നെരിഫോളിയ എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്നാണ്. ആ ഒരു പ്ലാന്റിന്റെ തന്നെ പർട്ടിക്കുലർ ആയിട്ട് അതിന്റെ സീഡ്സിൽ നിന്നാണ് നമ്മൾ പെറുവോസൈഡ്സ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദിസ് പ്ലാന്റ് കൂടുതലും കാണപ്പെടുന്നത് സൗത്ത് അമേരിക്കയിലും ഏഷ്യയിലുമാണ്. ഇനി സിനോണിംസ് നോക്കിക്കേ, യെല്ലോ ഒലിയാണ്ടർ, ലക്കി നട്രി, ട്രംപറ്റ് ഫ്ലവർ. അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന മറ്റേ കോളംബി ഫ്ലവർ ഉണ്ടല്ലോ, അതുമായിട്ട് ഏകദേശം മോർഫോളജിക്കലി സിമിലാരിറ്റി കാണിക്കുന്ന ഒരു ചെടിയാണ് തെവേഷ്യ നെരിഫോളിയ എന്ന് പറയുന്ന. സെയിം അതല്ല, പക്ഷെ അതുമായിട്ട് മോർഫോളജിക്കലി കുറച്ച് സിമിലാരിറ്റീസ് കാണിക്കുന്ന, ഏകദേശം അതേപോലെ ഇരിക്കുന്ന ആ കോളംബി ഫ്ലവർ എന്ന് പറഞ്ഞ ഒരു ക്ലൈംബിംഗ് ആണ്, പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരു shrub ആണ് കേട്ടോ. ഓക്കെ, അപ്പം അതിന്റെ മെയിൻ കണ്ടന്റ് ആണ് പെറുവോസൈഡ് വിച്ച് ഈസ് എ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ്. ഇനി ഫാമിലി വരുന്നത് അപ്പോസൈനേസിയ ഫാമിലി ആണ് വരുന്നത്. കെമിക്കൽ കോൺസ്റ്റുവൻസ് നോക്കിയാൽ മെയിൻലി കാർഡിയോ ആക്റ്റീവ് ഗ്ലൈക്കോസൈഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ തെവേറ്റിൻ എ, തെവേറ്റിൻ ബി ആൻഡ് പെറുവോസൈഡ്, നെരിഫോളിയൻസ് ഒക്കെയാണ് കെമിക്കൽ കോൺസ്റ്റുവൻസ് വരുന്നത്. ഓക്കെ, the next question, the constituent of cochineal is. കോച്ചിനയിൽ നമ്മൾ പറഞ്ഞു നമുക്ക് ഇൻസെക്ട്സിൽ നിന്ന് കിട്ടുന്ന ഒരു റെഡ് ഡൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കോച്ചിനിയൽ എന്തിന്റെ കോൺസ്റ്റുവന്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോച്ചിനിയലിന്റെ കോൺസ്റ്റുവന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കാന്താരിഡിൻ, ഹിറുഡിൻ, ടാനിക് ആസിഡ്, കാർമിനിക് ആസിഡ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, കാർമിനിക് ആസിഡ് ആണ് കേട്ടോ. കാർമിനിക് ആസിഡ് ആണ് കോച്ചിനിയലിന്റെ ഒരു മെയിൻ കോൺസ്റ്റുവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡാക്ടിലോഫിലസ് കോക്കസ് എന്ന് പറയുന്ന ഫീമെയിൽ ഇൻസെക്റ്റിൽ നിന്നാണ്, ഫീമെയിൽ ഇൻസെക്റ്റിന്റെ ബോഡിയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു റെഡ് ഡൈ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഈ റെഡ് ഡൈയുടെ ആ ഒരു പർട്ടിക്കുലർ കളറിന് കാരണമാകുന്ന കോൺസ്റ്റുവന്റ് ആണ് കാർമിനിക് ആസിഡ്സ്. ഓക്കെ, കാർമിനിക് ആസിഡ്. ഇനി ആ ഒരു ബോഡിയിൽ ആ ഒരു ഡൈയിൽ ഏകദേശം 10% ആയിരിക്കും കാർമിനിക് ആസിഡ് കാണുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് തന്നെ ടോക്സിക് കോമ്പൗണ്ട് ആണ് കാന്താരിഡിൻ. അതായത് ചില ബീസിലൊക്കെ കാണപ്പെടുന്ന ഒരു ടോക്സിക് കോമ്പൗണ്ട് ആണ് കാന്താരിഡിൻ കേട്ടോ. ഇതുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. കോച്ചിനിയലിലെ മെയിൻ കണ്ടന്റ് പറയുന്നത് കാർമിനിക് ആസിഡ് ആണ്. ഇനി ഹിറുഡിൻ, അതർ ഓപ്ഷനിൽ കണ്ട ഹിറുഡിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലീച്ചിന്റെ സലൈവയിൽ കാണപ്പെടുന്ന ഒരു ആന്റി കൊയാഗുലൻ പ്രോട്ടീൻ ആണ് ഹിറുഡിൻസ്. ഓക്കെ, അതർ ഓപ്ഷൻസിലെ കാര്യമാണ് പറഞ്ഞത്. കാന്താരിഡിൻ ബീറ്റിൽസിൽ കാണുന്ന ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ഹിറുഡിൻ ലീച്ചിന്റെ സലൈവയിൽ കാണപ്പെടുന്ന ഒരു ആന്റി കൊയാഗുലന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ആൻഡ് ഈജിപ്ഷ്യൻ സെന്ന ലീവ്സ്
differ from each other with respect to. നമ്മൾ ഇന്ത്യൻസ് തന്നെയും ഈജിപ്ഷ്യൻസ് തന്നെയും പറയും അല്ലെ. ഇന്ത്യൻസ് തന്നെ ഏതാണ്? കാഷിയ അൻഗസ്റ്റിഫോളിയ ആണ് അല്ലെ. കാഷിയ അൻഗസ്റ്റിഫോളിയ. Then ഈജിപ്ഷ്യൻസ് തന്നെ ഏതാണ്? കാഷിയ അക്യൂട്ടിഫോളിയ. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ കാഷിയ അൻഗസ്റ്റിഫോളിയയും കാഷിയ അക്യൂട്ടിഫോളിയയും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഡിഫർ ചെയ്യുന്നത്? വെയിൻ ഐലറ്റ് നമ്പർ, സ്റ്റൊമാറ്റൽ ഇൻഡെക്സ്, കളർ, ഓൾ ഓഫ് ദ എബോ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ എബോ ആണ് കേട്ടോ. കാരണം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും രണ്ടിനും തമ്മിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പൊ വെയിൻ ഐലറ്റ് നമ്പർ എടുത്താൽ ഇന്ത്യൻ സെന്നയുടെ കേസിൽ 19.5 to 22.5 ആണ് വരുന്നതെങ്കിൽ അലക്സാൻഡ്രിയൻ സെന്നയാണെങ്കിൽ 25 to 29.5 ആണ് വരുന്നത്. ദെൻ സ്റ്റൊമാറ്റൽ ഇൻഡെക്സ് ആണെങ്കിൽ 17 to 20യും 11.4 to 13.3 ആണ് വരുന്നത്. അതുപോലെ തന്നെ പാലിസൈഡ് റേഷ്യോ വ്യത്യാസമാണ്. ഇനി കളർ പറയുന്നത് ഇന്ത്യൻ സെന്ന ആണെങ്കിൽ യെല്ലോയിഷ് ഗ്രീനും അലക്സാൻഡ്രിയൻ സെന്ന ആണെങ്കിൽ ഗ്രേയിഷ് ഗ്രീനുമാണ് കളർ വരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ കാര്യത്തിലും രണ്ടും ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എമൗണ്ട് ഓഫ് ബാർബലോയിൻ പ്രസന്റ് ഇൻ അലവിര ഈസ്. അലവിരയിൽ പ്രസന്റ് ആയിരിക്കുന്ന, അലവിര എന്ന് പറയുമ്പോൾ ഇന്ത്യൻ വെറൈറ്റി ഓഫ് അലോയ് ആണ് അലവിര. ഈ അലവിരയിൽ പ്രസന്റ് ആയിരിക്കുന്ന ബാർബലോയിന്റെ എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. 8 to 10%, 3.5 to 4%, 1 to 1.5% ആൻഡ് 5%. ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? 3.5 to 4% ആണ് അലവിരയിൽ പ്രസന്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ അലോയിൽ പ്രസന്റ് ആയിരിക്കുന്ന ബാർബലോയിന്റെ എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിന്. അതുപോലെ കുറക്കാവോ അലോയ് ആണെങ്കിൽ 22% ആണ് ബാർബലോയിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള. രണ്ട് എമൗണ്ട് ഒന്ന് കാണാതെ പഠിക്കാം. കുറക്കാവോ അലോയ് ആണെങ്കിൽ 22 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വോളറ്റൈൽ ഓയിൽസ് കോമൺലി നോൺ ആസ്. നമ്മുടെ വോളറ്റൈൽ ഓയിൽസ് അല്ലെ, അതായത് നമ്മൾ പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഇവാപ്പറേറ്റ് ആയി പോകുന്ന, റൂം ടെമ്പറേച്ചറിൽ ഇവാപ്പറേറ്റ് ആയി പോകുന്ന സബ്സ്റ്റൻസുകളാണ് വോളറ്റൈൽ ഓയിൽസ് എന്ന് പറയുമ്പോൾ. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഫിക്സഡ് ഓയിൽസ്, എസെൻഷ്യൽ ഓയിൽസ്, മിനറൽ ഓയിൽസ്, സിന്തറ്റിക് ഓയിൽസ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എസെൻഷ്യൽ ഓയിൽസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വോളറ്റൈൽ ഓയിൽസിന് പറയുന്ന മറ്റൊരു പേരാണ് എസെൻഷ്യൽ ഓയിൽസ്. എന്തുകൊണ്ടാണ് ഇതിന് എസെൻഷ്യൽ ഓയിൽസ് എന്ന് പറയുന്നത്? ആ ഒരു പർട്ടിക്കുലർ പ്ലാന്റിന്റെ ആണെങ്കിൽ അതിന്റെ എസെൻസ് അല്ലെങ്കിൽ ആക്റ്റീവ് കോൺസ്റ്റുവന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വോളറ്റൈൽ ഓയിൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എസെൻഷ്യൽ ഓയിൽ എന്ന് കൂടി പറയുന്നത്. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ പ്ലാന്റിന്റെ ഏറ്റവും ആക്റ്റീവ് കമ്പോണന്റ് അല്ലെങ്കിൽ ഏറ്റവും അതിന്റെ എസെൻസ് എന്ന് പറയുന്ന കമ്പോണന്റ് ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് എസെൻഷ്യൽ ഓയിൽസ്. ഇനി ഇതിന് മറ്റൊരു പേര് പറയാറുണ്ട്, എതേറിയൽ ഓയിൽസ്. എന്തുകൊണ്ടാണ് എതേറിയൽ ഓയിൽസ് എന്ന് പറയുന്നത്? കാരണം നമ്മൾ പറഞ്ഞു വോളറ്റൈൽ ഓയിൽസ് റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ ഇവാപ്പറേറ്റ് ആയി പോകും അല്ലെ. ഇവാപ്പറേറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് എതേറിയൽ ഓയിൽസ്. ഇനി അറിഞ്ഞിരിക്കുക, വോളറ്റൈൽസ് ആർ പ്രൈമറി കമ്പോസ്റ്റ് ഓഫ് ടെർപിൻസ്. ടെർപിൻസ് ആണ് ഇതിന്റെ കോൺസ്റ്റുവന്റ് വരുന്നത്. അതുപോലെ ആ ഒരു പ്ലാന്റിന്റെ പർട്ടിക്കുലർ ആരോമയ്ക്ക് കാരണമാകുന്നതും ഇതിന്റെ വോളറ്റൈൽ ഓയിൽ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെർപീൻസ് ആർ മേഡ് അപ്പ് ഓഫ്. നമ്മൾ പറഞ്ഞു വോളറ്റൈൽ ഓയിലിന്റെ മെയിൻ കോൺസ്റ്റുവന്റ് ആണ് ടെർപീൻസ് എന്ന് പറഞ്ഞു. ഈ ടെർപീൻസ് മേഡപ്പ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാൽസ്യൂറിൻ, സ്യൂഡോപ്രീൻ, നിയോപ്രീൻ, ഐസോപ്രീൻസ്. ഏതുകൊണ്ടാണ് മേഡപ്പ് ചെയ്തിരിക്കുന്നത്? ഐസോപ്രീൻസ് ആണ് ടെർപീൻസിന്റെ സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, C5H8 ആണ് നമ്മുടെ ഐസോപ്രീന്റെ ആ ഒരു മോളിക്കുലർ ഫോർമുല വരുന്നത്. അപ്പം ടെർപീൻസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ n നമ്പർ ആയിരിക്കും. ഓക്കെ, 1 ആവാം, 2 ആവാം, 3 ആവാം. അപ്പൊ അതും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം എത്ര ഐസോപ്രീൻസ് ചേരുമ്പോഴാണ് ഇന്ന ടെർപീൻ ഉണ്ടാവുന്നത്? ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ടെർപീന്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഐസോപ്രീൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രൈടെർപീൻ കണ്ടെയ്ൻ നമ്പർ ഓഫ് ഐസോപ്രീൻസ് യൂണിറ്റ്സ്. ഇതാണ് പറഞ്ഞത്. ട്രൈടെർപീൻസിൽ എത്ര നമ്പർ ഐസോപ്രീൻ യൂണിറ്റ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 4, 2, 6, 7. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് 6 ആണ് കേട്ടോ. ഓപ്ഷൻ സി. നമുക്ക് ആ ഒരു ടേബിൾ നോക്കിയാൽ ഐസോപ്രീൻ അല്ലെങ്കിൽ ഹെമി ടെർപീനിൽ നമ്പർ ഓഫ് ഐസോപ്രീൻ യൂണിറ്റ് 1 ആണ് വരുന്നത്. അപ്പൊ അതിന്റെ മോളിക്കുലർ ഫോർമുല C5H8 എന്ന് വരും. ഇനി മോണോടെർപിൻ അല്ലെങ്കിൽ ടെർപീൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഐസോപ്രീൻ ചേരുന്നതാണ്. ഓക്കെ, മോണോടെർപിൻ അല്ലെങ്കിൽ ടെർപീൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഐസോപ്രീൻ ചേരുന്നതാണ്. സോ അതിൻ്റെ അകത്ത് രണ്ട് ഐസോപ്രീൻ യൂണിറ്റ് വരും. മോളിക്കുലർ ഫോർമുല C10H16 ആയിട്ട് അവിടെ കൺവേർട്ട് ചെയ്യും.
ഇനി സെസ്ക്യൂ ടെർപീൻസ് എന്ന് പറഞ്ഞാൽ C15 ആണ് കേട്ടോ. ഓക്കെ, C15 ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് 3 ഐസോപ്രീൻ യൂണിറ്റ് ആയിരിക്കും വരുന്നത്. ഇനി ഡൈടെർപിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ടെർപീൻസ് ചേരുന്നതാണ്. അപ്പൊ അവിടെ 4 ഐസോപ്രീൻസ് വരും അല്ലേ? അപ്പൊ C20 ആയിരിക്കും ഡൈടെർപീൻസിന്റെ മോളിക്കുലർ ഫോർമുലയിൽ വരുന്ന കാർബൺ. ഇനി നമ്മളോടുള്ള ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ട്രൈടെർപീൻസ്. ട്രൈടെർപീൻസിലുള്ള ഐസോപ്രീൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 6 ഐസോപ്രീൻ യൂണിറ്റ് ആണ്. കാരണം ഇതിന്റെ മോളിക്കുലർ ഫോർമുല തന്നെ നോക്കിയേ, C30. അപ്പൊ C5 6 പ്രാവശ്യം വരുമ്പോഴല്ലേ C30 കിട്ടുക. അപ്പൊ ട്രൈടെർപീൻസിൽ എത്ര ഐസോപ്രീൻ യൂണിറ്റ് ഉണ്ട്? 6 ഉണ്ട്. അതുപോലെ തന്നെ ടെട്രാടെർപീൻസിലാണെങ്കിൽ 8 ഉം പോളിടെർപീൻസിലാണെങ്കിൽ n നമ്പർ, അതായത് ഒരുപാടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ജനറൽ ഫോർമുല വരുന്നത് C5H8 n ടൈംസ് എന്നാണ്. ഓക്കെ, the next question, the example of sesquiterpenes volatile oils is. നമ്മളിപ്പോ ഒരുപാട് ഐസോപ്രീൻസ് അല്ലെങ്കിൽ ടെർപീൻസ് യൂണിറ്റ് കണ്ടോ. അപ്പൊ ഒരു സെസ്ക്യൂടെർപിൻ വോളറ്റൈൽ ഓയിലിന് എക്സാമ്പിൾ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സാൻഡൽവുഡ് ഓയിൽ, ടാക്സസ്, അനോട്ട, സഫ്രോൺസ്. ഇവിടെ സെസ്ക്യൂടെർപിൻസിന് എക്സാമ്പിൾ ആണ് സാൻഡൽവുഡ് ഓയിൽ എന്ന് പറയുമ്പോൾ. ഓക്കെ, സെസ്ക്യൂടെർപിനോയിഡ്സിന് അതർ എക്സാമ്പിൾസ് നോക്കിയാൽ ക്ലോവ്, ആർട്ടിമിസി ഒക്കെയാണ് അതർ എക്സാമ്പിൾസ് വരുന്നത്. ഓക്കെ, ദെൻ ടാക്സസ്, കോളിയസിൻ ഒക്കെ ഡൈടെർപിനോയിഡ്സിന് എക്സാമ്പിൾ ആണ്. ഡൈടെർപിനോയിഡ്സിന് എക്സാമ്പിൾ ആണ് ടാക്സസും കോളിയസും. ഇനി ട്രൈടെർപിനോയിഡ്സിന് എക്സാമ്പിൾ ആണ് ആംബർഗ്രിസ് വരുന്നത്. ആൻഡ് ടെട്രാടെർപിനോയിഡ്സിന് എക്സാമ്പിൾ ആണ് സഫ്രോണും അനാറ്റോയും ഒക്കെ. ഓക്കെ, ഇനി മോണോടെർപിനോയിഡ്സ് ധാരാളം ഉണ്ട്. നമ്മുടെ ഫെനല്, സിട്രല, ചെനോപോഡിയം, യൂക്കാലിപ്റ്റസ് ഓയിൽ, ലെമൺ ഗ്രാസ് ഓയിൽ, പെപ്പർമിന്റ് ഓയിൽ, ഓറഞ്ച് പീല്, നട്ട്മഗ്, അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ഫോർ ടെർപീൻസ്. അപ്പൊ നമ്മുടെ വോളറ്റൈൽ ഓയിലിൽ മെയിൻ കമ്പോണന്റ് ആയിട്ടുള്ള ടെർപീൻസിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സാൽക്കോവ്സ്കി, നോളർ ടെസ്റ്റ്, ആന്റിമണി ട്രൈക്ലോറൈഡ് ടെസ്റ്റ്, ഓൾ ഓഫ് ദീസ്. ഏതാണ് വരുന്നത്? ഇത് മൂന്നും എന്താണ്? ടെർപീൻസിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നമുക്ക് ആ ഒരു ടെസ്റ്റ് നോക്കിയാൽ സാൽക്കോവ്സ്കി ടെസ്റ്റിലാണെങ്കിൽ ടെർപീൻസും ക്ലോറോഫോമും H2SO4 കൂടെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു യെല്ലോ കളർ ആയിരിക്കും ഫസ്റ്റ് ഫോം ചെയ്യുന്നത്. ദെൻ അത് റെഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി നോളർ ടെസ്റ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ SnCl2, അതായത് സ്റ്റാനസ് ക്ലോറൈഡ് അല്ലെങ്കിൽ ടിൻ ക്ലോറൈഡും അതുപോലെ തയണൈൽ ക്ലോറൈഡും ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു റെഡ് കളർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ആന്റിമണി ട്രൈക്ലോറൈഡ് ടെസ്റ്റിലാണെങ്കിലോ ക്ലോറോഫോമും അതുപോലെ തന്നെ H2SO4ഉം അസിറ്റിക് അൺഹൈഡ്രൈഡും കൂടെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഓറഞ്ച് റെഡ് കളർ ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ടെർപീൻസിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ വോളറ്റൈൽ ഓയിൽ ആൻഡ് ഫിക്സഡ് ഓയിൽ. വോളറ്റൈൽ ഓയിലിന്റെയും ഫിക്സഡ് ഓയിലിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. Volatile oil evaporate at room temperature, but fixed oil do not evaporate. Volatile oil, fixed oil evaporate at room temperature, but volatile oil do not evaporate. Volatile oil possess low refractive index, while fixed oil not. None of these. അപ്പം എന്താണ് മെയിൻ ഡിഫറൻസ് പറഞ്ഞാൽ, നമ്മുടെ വോളറ്റൈൽ ഓയിൽ റൂം ടെമ്പറേച്ചറിൽ ഇവാപറേറ്റ് ആയി പോകും. പക്ഷെ ഫിക്സഡ് ഓയിൽ എന്താവുന്നില്ല, റൂം ടെമ്പറേച്ചറിൽ ഇവാപറേറ്റ് ആയി പോകുന്നില്ല. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി അതർ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വോളറ്റൈൽ ഓയിൽസ് എന്ന് പറഞ്ഞാൽ ഇലിയോപ്റ്റീൻസിന്റെയും അതുപോലെ തന്നെ സ്റ്റീറോപ്റ്റീൻസിന്റെയും ഒരു മിക്സ്ചർ ആയിരിക്കും വോളറ്റൈൽ ഓയിൽസ് എന്ന് പറഞ്ഞാൽ. ഇതിൽ ഈ ഒരു ഇലിയോപ്റ്റീൻസ് ആണ് റൂം ടെമ്പറേച്ചറിൽ എന്തായി പോകുന്നത്, ഇവാപറേറ്റ് ആയിട്ട് പോകുന്നത്. സ്റ്റീറോപ്റ്റീൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തെ ഓക്സിഡൈസ്ഡ് സോളിഡ് സബ്സ്റ്റൻസ് ആണ് കേട്ടോ. ഇലിയോപ്റ്റീൻസ് ആണ് എന്തായി പോകുന്നത്, ഇവാപറേറ്റ് ആയി പോകുന്നത്. ആൻഡ് സ്റ്റീറോപ്റ്റീൻസ് ആണ് അവിടുത്തെ ഓക്സിഡൈസ്ഡ് സോൾഡിഫൈഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഫിക്സഡ് ഓയിൽ ആണെങ്കിൽ ഫാറ്റി ആസിഡ്സിന്റെയും ഗ്ലിസറിന്റെയും എസ്റ്റേഴ്സ് ആയിരിക്കും ഫിക്സഡ് ഓയിൽസ് എന്ന് പറയുന്നത്. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ വോളറ്റൈൽ ഓയിൽസിന് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഫിക്സഡ് ഓയിലിന് ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ആയിരിക്കും കാണപ്പെടുന്നത്. വോളറ്റൈൽ ഓയിൽസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, ഫിക്സഡ് ഓയിൽസ് ആണെങ്കിൽ ഒപ്റ്റിക്കലി ഇൻആക്റ്റീവ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
The essential oils can be isolated by following methods. താഴെ പറയുന്നതിൽ ഏത് മെത്തേഡ്സ് വഴിയാണ് നമ്മൾ എസെൻഷ്യൽ ഓയിൽസ് ഐസൊലേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്രഷൻ മെത്തേഡ്, സ്റ്റീം ഡിസ്റ്റിലേഷൻ മെത്തേഡ്, എൻഫ്ലൂറേജ് മെത്തേഡ്, ഓൾ ഓഫ് ദീസ്. കറക്റ്റ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഓൾ ഓഫ് ദീസ്. നമുക്ക് ഈ എല്ലാ മെത്തേഡും വഴിയും നമുക്ക് എസെൻഷ്യൽ ഓയിൽസ് ഐസൊലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എക്സ്പ്രഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആ ഒരു പ്ലാൻ മെറ്റീരിയൽസിനെ നമ്മൾ ഫിസിക്കലി പ്രസ് ചെയ്തിട്ട് അതിലെ എസെൻഷ്യൽ ഓയിൽസ് റിലീസ് ചെയ്യുന്ന കണ്ടീഷൻസ് ആണ് എക്സ്പ്രഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ സിട്രസ് ഫ്രൂട്ടിൽ നിന്ന് ജ്യൂസ് ഒക്കെ എടുക്കുന്നത് ഈ ഒരു മെത്തേഡാണ്, എക്സ്പ്രഷൻ മെത്തേഡാണ് അല്ലേ. അതിന് എക്സാമ്പിൾ ആണ് സ്പഞ്ച് മെത്തേഡ്, മെക്കാനിക്കൽ മെത്തേഡ്, ക്വെലെ മെത്തേഡ്. ഓക്കെ, ക്വെലെ മെത്തേഡ് എന്ന് പറയുമ്പോൾ നീഡിൽസ് അല്ലെങ്കിൽ ഡിസ്ക് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഓയിൽ ഗ്ലാൻസിനെ പഞ്ച് ചെയ്ത് അതിൽ നിന്ന് സ്ക്യൂസ് ചെയ്തെടുക്കുന്ന മെത്തേഡാണ് ക്വെലെ മെത്തേഡ്. അത് എക്സ്പ്രഷൻ മെത്തേഡിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇനി സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ സ്റ്റീം പാസ് ചെയ്യുന്നു, പ്ലാൻ മെറ്റീരിയലിലേക്ക് സ്റ്റീം പാസ് ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാവുന്ന വോളറ്റൈൽ സബ്സ്റ്റൻസ് പെട്ടെന്ന് ഇവാപറേറ്റ് ആയി പോകും. ആ ഇവാപറേറ്റ് ആയി പോകുന്നതിനെ നമ്മൾ കണ്ടൻസ് ചെയ്ത് കളക്ട് ചെയ്യുന്ന രീതിയാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ. അതും ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇനി എൻഫ്ലൂറേജ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഫാറ്റ്, ലെയേഴ്സ് ഓഫ് ഫാറ്റ് യൂസ് ചെയ്തുകൊണ്ട് എസെൻഷ്യൽ ഓയിൽസിനെ അബ്സോർബ് ചെയ്തെടുക്കുന്ന രീതിയാണ് എൻഫ്ലൂറേജ് മെത്തേഡ്. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ ഏത് വരും, ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് volatile compound are major contained in cinnamon? നമ്മുടെ സിനമണിൽ കണ്ടെയ്നിങ് ആയിരിക്കുന്ന മെയിൻ volatile compound ഏത് ടൈപ്പ് കോമ്പൗണ്ട് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൽഡിഹൈഡ്, എസ്റ്റർ, കീറ്റോൺ, ഫീനോളിക്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്? സിനമണിലുള്ള ആൽഡിഹൈഡ് കോമ്പൗണ്ട് ആണ് അല്ലെ, ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. ഇനി അത് കൂടാതെ സിനമണിൽ കൂടാതെ വേറെ ഏതിലൊക്കെയാണ് ആൽഡിഹൈഡ് volatile ഓയിൽസ് ഉള്ളത്? ബിറ്റർ ആൽമണ്ട്, ബിറ്റർ ഓറഞ്ച് പീല്, ലെമൺ പീല്, ലെമൺ ഗ്രാസ്, ഇതിലെല്ലാം തന്നെ എന്താണ്, ആൽഡിഹൈഡ് volatile ഓയിൽസ് ആണ് കണ്ടെയ്നിങ് ആയിട്ടുള്ളത്. ഇനി ആൽക്കഹോൾ volatile ഓയിൽസ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് കൊറിയാണ്ടർ, സിട്രനല ഓയിൽ, പെപ്പർമിന്റ്, സാൻഡൽവുഡ് ഒക്കെ. ഇനി ഹൈഡ്രോകാർബൺ volatile ഓയിലുള്ള ഡ്രഗ്സിന് എക്സാമ്പിൾ ബ്ലാക്ക് പെപ്പറും ടർപ്പന്റൈനും വരും. കീറ്റോൺ volatile ഓയിൽസിന് എക്സാമ്പിൾ ആണ് ബുച്ചു, കാരവേ, ക്യുമിൻ, കാംഫർ, ഡിൽ, ജാത്മാൻസി, മസ്ക്, സ്പിയർമിന്റ് പോലുള്ളവ. ഓക്കെ, then phenolic ether volatile ഓയിൽസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? anise, calamus, phenols, nutmegs. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർട്ടിമിസിയ ഈസ് യൂസ്ഡ് ടു ട്രീറ്റ്. അപ്പൊ നമ്മൾ ആർട്ടിമിസിയ യൂസ് ചെയ്യുന്നത് ഇതിൽ ഏത് ഡിസീസസിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മലേറിയ, ട്യൂബർകുലോസിസ്, ലെപ്രസി, ഓൾ ഓഫ് ദീസ്. ഏതിനാണ് ആർട്ടിമിസിയ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആൻ ആന്റി മലേറിയൽ ഡ്രഗ് ആണ് അല്ലെ. ആർട്ടിമിസിയ എന്ന് പറയുമ്പോൾ അതിന് ആന്റി മലേറിയൽ ആക്ടിവിറ്റി ഉണ്ട്. കാരണം ഇതൊരു ഷിസോണ്ടിസിഡൽ ആക്ടിവിറ്റി ആണ് അവിടെ കാണിക്കുന്നത്. നമ്മുടെ മലേറിയൽ ഇതിന്റെ ബേംസിന്റെ ഷിസോണ്ടിസിഡൽ ആക്ഷൻ ആണ് ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആന്റി HIV ആക്ടിവിറ്റിയും ഇത് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടർപ്പന്റൈൻ ഓയിൽ ബിലോങ്സ് ടു ദ ഫാമിലി. ടർപ്പന്റൈൻ ഓയിലിന്റെ ഫാമിലി ആണ് ചോദിച്ചിരിക്കുന്നത്. എരിക്കേഷ്യ, പൈനേഷ്യ, റൂട്ടേഷ്യ, നൺ ഓഫ് ദീസ്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി, പൈനേഷ്യ ഫാമിലിയിൽ വരുന്നതാണ് ടർപ്പന്റൈൻ ഓയിൽ എന്ന് പറയുമ്പോൾ. ടർപ്പന്റൈൻ ഓയിലിന്റെ ബയോളജിക്കൽ സോഴ്സ് നോക്കിയാൽ distillation from oleoresins of the plant Pinus roxburghi belongs to the family Pinaceae. Okay, ഇനി എരിക്കേസിയ ഫാമിലിയിൽ വരുന്ന ആരൊക്കെയാണ്? ബ്ലൂബെറീസ്, റോഡോഡെൻഡ്രോൺസ് ഒക്കെയാണ് എരിക്കേസിയ ഫാമിലിയിൽ വരുന്ന. റൂട്ടേസിയ ഫാമിലിയിൽ വരുന്ന ഡ്രഗ്സുകളാണ് സിട്രസ് ട്രീസ് പോലുള്ളത്. ഓക്കെ, the next question, eucalyptus oil is mainly used for. നമ്മൾ യൂക്കാലിപ്റ്റസ് ഓയിൽ മെയിൻലി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് കഫ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അല്ലേ യൂസ് ചെയ്യുന്നത്. സോ റിലീസ് കഫ് ആൻഡ് ബ്രോങ്കൈറ്റിസ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. യൂക്കാലിപ്റ്റസ് ഓയിൽ വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ സ്റ്റിമുലന്റ്, ആന്റിസെപ്റ്റിക്, ഫ്ലേവറിംഗ് ഏജന്റ്, ആരോമാറ്റിക്, ഡിയോഡ്രന്റ്, എക്സ്പെക്ടോറന്റ്, ആന്റി മൈക്രോബിയൽ, ഫെബ്രിഫ്യൂജ്, ഡയൂറട്ടിക്, ആന്റി സ്പാസ്മോഡിക്. ഈ ആക്ഷൻസ് എല്ലാം വരുന്നുണ്ട് യൂക്കാലിപ്റ്റസ് ഓയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, one among the following is a volatile oil containing crude drug. താഴെ പറയുന്നതിൽ volatile oil containing ആയിട്ടുള്ള ഒരു crude drug ഏതാണ്? ചിറാറ്റ, കാർഡമം, ലിൻസീഡ്, മൈറോബാലൻസ്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി, കാർഡമം ആണ് അല്ലെ.
കാർഡമം. കിരാറ്റ് എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് എ ഗ്ലൈക്കോസൈഡ് ആണ്. ലിൻസീഡ്സ് ലിക്വിഡ് കണ്ടന്റ് ആണ് വരുന്നത്. ആൻഡ് മൈറോബാലൻസിൽ ടാനിൻസ് ആണ് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈറ്റമിൻ എ ക്യാൻ ബി സിന്തസൈസ്ഡ് ഫ്രം. നമുക്ക് ഇതിൽ നിന്ന് ഏതിൽ നിന്നാണ് വൈറ്റമിൻ എ സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത്? കലാദാന, ലെമൺ ഗ്രാസ് ഓയിൽ, അഗർ, ബെൻസോയിൻസ്. എവിടെ നിന്നാണ് വൈറ്റമിൻ എ സിന്തസൈസ് ചെയ്യുന്നത്? വിച്ച് ഈസ് ഫ്രം ലെമൺ ഗ്രാസ് ഓയിൽ അല്ലെ. ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. വൈറ്റമിൻ എ നമുക്ക് ലെമൺ ഗ്രാസ് ഓയിലിൽ നിന്ന് സിന്തസൈസ് എടുക്കാം. പർട്ടിക്കുലർലി അതിന്റെ കമ്പോണന്റ് ആയിട്ടുള്ള സിട്രാലിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സിട്രാലെ അസറ്റോണുമായിട്ട് കണ്ടൻസ് ചെയ്തിട്ട് ഒരു സ്യൂഡോ അയനോൺ കോമ്പൗണ്ട് ഫോം ചെയ്യും. ദെൻ സ്യൂഡോ അയനോണും ഒരു സ്ട്രോങ് ആസിഡും കൂടെ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ഇത് കൺവേർട്ട് ചെയ്തിട്ട് ബീറ്റ അയനോൺ ആയിട്ട് മാറും. ഇതാണ് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്. ഈ ഒരു ബീറ്റ അയനോൺ ആണ് നമ്മുടെ വൈറ്റമിൻ എ സിന്തസിസിന്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ലെമൺ ഗ്രാസ് ഓയിലിൽ തന്നെ സിട്രാൽ കോമ്പൗണ്ട് which is condensed with acetone to produce pseudoinon. Then with a strong acid it will be converted to beta ion. Beta ion is the starting material for the synthesis of vitamin A. Next question, which of the following chemical constituent is used as insect repellent? നമ്മളിവിടെ ഇൻസെക്ട് റിപ്പലന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽ കോൺസ്റ്റുവന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സന്തലോൾ, അനിത്തോൾ, സിട്രോണല്ല, യൂജിനോൾ. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി സിട്രോണല്ല ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ. സിട്രോണല്ല നമ്മൾ പറഞ്ഞു. സിട്രോണല്ല എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ആൻ ഇൻസെക്ട് റിപ്പല്ലന്റ് പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞു. ഇനി സാന്തലോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഡിസ്യൂറിയയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് സാന്തലോൾ. അതുപോലെ അനിത്തോൾ. അനിത്തോളിന് നമ്മുടെ സ്മൂത്ത് മസിൽസിന്റെ സ്പാസം ഒക്കെ ഇൻഹിബിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഈസ്ട്രജൻ ലൈക്ക് ആക്ടിവിറ്റി ആണ് അനിത്തോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി യൂജിനോൾ എന്ന് പറഞ്ഞാൽ തുളസിയിൽ ഒക്കറിങ് ആയിട്ടുള്ള വോളറ്റൈൽ ഓയിൽ ആണ്. വിച്ച് ഈസ് ആൻ ആരോമാറ്റിക് ആണ്, കാർബണേറ്റീവ് ആണ്, അതുപോലെ തന്നെ ഒരു ഫ്ലേവറിംഗ് ഏജന്റ് കൂടിയാണ് കേട്ടോ. ഓക്കെ. Then moving to the next question, artemisinin is obtained from. ആർട്ടിമിസിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിമിസിയ ആനുവ, ആർട്ടിമിസിയ അക്വാട്ടിക്ക, ആർട്ടിമിസിയ ഇൻഡിക്ക, ബോത്ത് എ ആൻഡ് സി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കൺഫ്യൂസിങ് ആണ്. ബയോളജിക്കൽ സോഴ്സ് ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് മാത്രമേ ഇതൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ. ആർട്ടിമിസിൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ആർട്ടിമിസിയ ആനുവയിൽ നിന്നാണ്. ഇനി മറ്റൊരു ബയോളജിക്കൽ സോഴ്സും കൂടി ആർട്ടിമിസിയക്ക് പറയുന്നുണ്ട്, ആർട്ടിമിസിയ ബ്രേവിഫോളിയ. ഓക്കെ. ആർട്ടിമിസിയ ആനുവ കൂടാതെ ആർട്ടിമിസിയ ബ്രേവിഫോളിയയും വരുന്നുണ്ട്. ബിലോങ്സ് ടു ദ ഫാമിലി അസ്റ്ററേസിയ ആണ്. ഓക്കെ. ഇനി എന്തൊക്കെയാണ് ആർട്ടിമിസിയയുടെ സിനോണിംസ് വരുന്നത്? വാംസീഡും സന്തോണിക്കയാണ് ഇതിന്റെ സിനോണിംസ് വരുന്നത്. അത് പഠിക്കുമ്പോൾ ഓർത്തിരിക്കുക, അമേരിക്കൻ വാംസീഡ് ഓയിൽ എന്ന് പറയുന്നത് ആർട്ടിമിസിയ അല്ല, ചിനോപോഡിയം ഓയിലാണ് കേട്ടോ. ചിനോപോഡിയം ഓയിൽ. നമ്മൾ ആർട്ടിമിസിയയുടെ സിനോണിമില് വാംസീഡ് പറയുന്നുണ്ടെങ്കിലും അമേരിക്കൻ വാംസീഡ് ഓയിൽ എന്ന് പറയുന്നത് ചിനോപോഡിയം ഓയിലാണ്. Next question, vanillin sulfuric acid is used to detect volatile component gives dash color. നമ്മൾ volatile oil componentsനെ ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് വാനിലിൻ സൾഫ്യൂരിക് ആസിഡ്. ഈ വാനിലിൻ സൾഫ്യൂരിക് ആസിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളർ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. റെഡ് കളർ, വൈറ്റ്, റെഡ് പർപ്പിള്, നണ്ണ്. കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? നമുക്ക് ഒരു റെഡ് പർപ്പിൾ കളർ ആണ് വാനിലിൻ സൾഫ്യൂരിക് ആസിഡ് ടെസ്റ്റിൽ കിട്ടുന്നത്. വാനിലിൻ സൾഫ്യൂരിക് ആസിഡ് ടെർപിനോയിഡ് കണ്ടന്റ് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ആണ്. ഇവിടെ നമ്മുടെ ടെർപിനോയിഡ് കണ്ടെയ്നിങ് ഡ്രഗും വാനിലിൻ സൾഫ്യൂരിക് ആസിഡും വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ വിച്ച് ഗീവ് എ ഡിസ്റ്റിങ് റെഡ് പർപ്പിൾ കളർ. Next question, the main constituent of a spearmint oil. Spearmint oil എന്ന് പറയുമ്പോൾ എന്താണ്? പുതിനയിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ. സ്പിയർമിന്റ് എന്ന് പറഞ്ഞാൽ പുതിനയാണ് കേട്ടോ. അതിലുള്ള മെയിൻ കോൺസ്റ്റുവന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എൽ കാർവോൺ, എൽ മെന്തോൾ, സാന്തലോൾ, ഡി കാർവോൺസ്. കറക്റ്റ് ആൻസർ വരുന്നത് എൽ കാർവോൺ ആണ്. ഓക്കെ. സ്പിയർമിന്റ്, പുതിന which consists of dried leaves and flowering tops of Mentha spicata belongs to the family Labiatae. Okay, തുളസിയുടെ സെയിം ഫാമിലി ആണ് പുതിനയും. Labiatae ഫാമിലിയിൽ തന്നെയാണ് വരുന്നത്. ആൻഡ് ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റുവന്റ് എന്ന് പറഞ്ഞാൽ 50% കുറയാതെ കാർബോൺ ഉണ്ടായിരിക്കണം. ഓക്കെ. നോട്ട് ലെസ് ദാൻ 50% ഓഫ് എൽ കാർബോൺസ്. ഓക്കെ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വെജിറ്റബിൾ ഡ്രഗ് ഈസ് കാർമിനേറ്റീവ്? താഴെ പറയുന്നതിൽ ഒരു കാർമിനേറ്റീവ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് കാർമിനേറ്റീവ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഗ്യാസ് അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നതിനെ നമുക്ക് കാർമിനേറ്റീവ്സ് എന്ന് പറയാം അല്ലെ. ഫ്രാങ്കുലാർ കോർട്ടെക്സ്, സെഞ്ചുറി ഹെർബ, സിലിബം മാരിയാനം ആൻഡ് ഫെനിക്കുലി ഫ്രക്ടസ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഫെനിക്കുലി ഫ്രക്ടസ് ആണ് കേട്ടോ. കാർമിനേറ്റീവ് ഇസ് എ സബ്സ്റ്റൻസ് ടു റിലീവ് ഗ്യാസ് ആൻഡ് ബ്ലോട്ടിംഗ്. ഫെനിക്കുലി ഫ്രക്ടസ് അല്ലെങ്കിൽ ഫെനൽ ഫ്രൂട്ട്സ് നമുക്ക് കാർമിനേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് വോളറ്റൈൽ ഗ്യാസ് പ്രസന്റ് അല്ല വോളറ്റൈൽ ഓയിൽസ് പ്രസന്റ് ആണ്. അപ്പം ഈ ഒരു വോളറ്റൈൽ ഓയിൽസ് നമ്മുടെ ഗ്യാസ് എക്സ്പെൽഷൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഹെൽപ്പ് ചെയ്യുന്നു. ഫ്രാങ്കുലർ കോർട്ടെക്സ് ഈസ് എ ബക്തോൺ ബാർക്ക്. ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ലാക്സേറ്റീവ് ആയിട്ടാണ്. നമ്മുടെ ഓപ്ഷൻ എയിൽ ഉണ്ടായിരുന്ന ഫ്രാങ്കുലർ കോർട്ടെക്സ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ ലാക്സേറ്റീവ്. ഓക്കെ, ലാക്സേറ്റീവ്. ഇനി സെഞ്ചുറി ഹെർബ എന്ന് പറയുമ്പോഴത്തേക്കിന് വിച്ച് ഈസ് എ ഡൈജസ്റ്റീവ് എയ്ഡ് ആയിട്ടാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ സിലിബം മരിയാനവും ഓർത്തിരിക്കുക, ഒരു ഹെപ്പാറ്റോ പ്രൊട്ടക്റ്റീവ്, അതായത് ലിവറിനെ പ്രൊട്ടക്റ്റീവ് ചെയ്യുന്ന പ്രോപ്പർട്ടി ആണ് സിലിബം മരിയാനയ്ക്കും ഉള്ളത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു, കാർമിനേറ്റീവ് വിച്ച് ഈസ് ഫെനിക്കുലി ഫർട്ടസ് അല്ലെങ്കിൽ ഫെനൽ ഫ്രൂട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെമിക്കൽ കോൺസ്റ്റുവന്റ് ഓഫ് കൊറിയാണ്ടർ ഇൻക്ലൂഡ്സ്. കൊറിയാണ്ടറിന്റെ കെമിക്കൽ കോൺസ്റ്റുവന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡി ലിനലോൾ, ലിമോണിൻ, വൈറ്റമിൻ സി, കോണിഫെറിൻസ്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ, ഡി ലിനലോൾ, അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു പേരാണ് കൊറിയാൻഡ്രോൾ. കൊറിയാൻഡ്രോൾ ആണ് നമ്മുടെ കൊറിയാണ്ടറിന്റെ മെയിൻ കോൺസ്റ്റുവന്റ്. കൊറിയാണ്ടറിന്റെ ബയോളജിക്കൽ സോഴ്സ് നമുക്കറിയാം, കൊറിയാൻഡ്രം സറ്റൈവം ബിലോങ്സ് ടു ദി ഫാമിലി എംബെലിഫറ. ഇതിന്റെയൊക്കെ ഡ്രൈഡ് റൈപ്പ് ഫ്രൂട്ട്സ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ആൻഡ് കെമിക്കൽ കോൺസ്റ്റുവന്റ് വരുമ്പോൾ അതിൽ 0.3 to 1% ആണ് വോളറ്റൈൽ ഓയിൽ പ്രസന്റ് ആയിരിക്കുന്നത്. അതിൽ തന്നെ 90%, അതായത് നമ്മൾ പറഞ്ഞു ഈ 0.3 to 1% ആണ് വോളറ്റൈൽ ഓയിൽ എന്ന് പറയുന്നത്. അതിന്റെ 90% എന്താണ്, നമ്മൾ ഈ പറഞ്ഞ ഡി ലിനലോൾ അല്ലെങ്കിൽ കൊറിയാൻഡ്രോൾ എന്ന് പറയുന്ന വോളറ്റൈൽ ഓയിൽ ആണ് കണ്ടെയ്നിങ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആരോമാറ്റിക് വാട്ടർ യൂസ്ഡ് as carminative for infants in gripe water. അപ്പോൾ ഇൻഫൻസിൽ നമ്മൾ കാർബണേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആരോമാറ്റിക് വാട്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്ലോറോഫോം വാട്ടർ, കാംഫർ വാട്ടർ, അനൈസ് വാട്ടർ, ഡിൽ വാട്ടർ. ഏതാണ് കറക്റ്റ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് കേട്ടോ. ഡിൽ വാട്ടർ ആണ് നമ്മൾ ഇൻഫൻസിൽ കാർബണേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. Dill seed oil is commonly used as carbonative ingredient. അപ്പോൾ നമുക്ക് ബേബീസിൽ ഗ്യാസ് റിലീവിങ്ങിനും കോളിക്ക് പെയിനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതൊരു ഫ്ലേവറിംഗ് ഏജന്റ് കൂടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തുളസി കംസ് അണ്ടർ ദ കാറ്റഗറി. തുളസി ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ആന്റി മലേറിയൽ, ഇമ്മ്യൂണോ മോഡുലേറ്റർ, ഡയൂറിറ്റിക്, ആന്റി ട്യൂമർ. ഏതാണ്? നമ്മുടെ ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ എൻഹാൻസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് തുളസി അല്ലെ. സോ ഇമ്മ്യൂണോ മോഡുലേറ്റർ ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സിനോണിംസ് നോക്കിക്കേ, സേക്രഡ് ബേസിൽ അല്ലെങ്കിൽ ഹോളി ബേസിൽസ് എന്ന് പറയാം. ഓസിമം സാങ്ക്തം ബിലോങ്സ് ടു ദി ഫാമിലി ലേബിയേറ്റി ആണ് ബയോളജിക്കൽ സോഴ്സ് വരുന്നത്. ആൻഡ് യൂസസ് പറയുമ്പോൾ നമ്മൾ സ്റ്റൊമാക്കിക് ആയിട്ടും യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇമ്മ്യൂണോ മോഡുലേറ്ററി പ്രോപ്പർട്ടി ഇതിനുണ്ട്. Moving to the next question, saffron is the chemical constituent present in. ഏതിന്റെ chemical constituent ആണ് saffron? saffron, nutmeg, boswellia, senna. ഓക്കെ, ഏതിന്റെയാണ് വരുന്നത്? നട്ട്മഗിന്റെ കെമിക്കൽ കോൺസ്റ്റുവന്റ് ആണ് സഫ്രോൾ എന്ന് പറയുമ്പോഴത്തേക്കിന്. ഓക്കെ, ഇനി സഫ്രോണിന്റെ മെയിൻ കെമിക്കൽ കോൺസ്റ്റുവന്റ് ഏതാണ്? ക്രോസിൻ ആണ് കേട്ടോ. അതിന്റെ ആ ഒരു കളർ കൊടുക്കുന്നത് തന്നെ ഈ ഒരു ക്രോസിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. ദെൻ അത് കൂടാതെ നട്ട്മഗിന്റെ വരുന്നത് ഏതാണ്? മിരിസ്റ്റിസിൻ, സഫ്രോള്, ജെറാണിയോള്, ബോർണിയോൾ, പിനിൻ, കാംഫിൻസ് ഒക്കെയാണ് നട്ട്മഗിന്റെ വരുന്നത്. നമ്മളോടുള്ള ക്വസ്റ്റ്യൻ സാഫ്രോൾ ഏതിന്റെയാണെന്നായിരുന്നു. അത് കൂടാതെ മിരിസ്റ്റിസിനും ജെറാനിയോളും ബോർണിയോളും പിന്നിനും കാംഫിനും ഒക്കെ നട്ട്മഗിന്റെ കോൺസ്റ്റുവന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ബോസ്വെല്ല എന്ന് പറയുമ്പോഴത്തേക്കിന് ബോസ്വെല്ലയിൽ പ്രസന്റ് ആയിരിക്കുന്നത് സെസ്ക്യൂടെർപിൻ ആൽക്കഹോൾസ് ആണ്. അനിസാൽഡിഹൈഡ്, ആൽഫ പിനീൻസ്, ഡി ആൽഫ ഫെലാൻഡ്രിൻസ്, ഫീനോളിക് കോമ്പൗണ്ട്സ് ഒക്കെയാണ് ഇതിൽ കാണപ്പെടുന്നത്. സഫ്രോണിൽ ഏതാണ്? ക്രോസിൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അലിൻ ഈസ് കൺവേർട്ടഡ് ടു അലിസിൻ ബൈ ദ ആക്ഷൻ ഓഫ്. അപ്പൊ അലിൻ അലിസിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈം ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അലിയേസ്, അലീസിനാസ്, അലിനേസ് ആൻഡ് അലീനിയാസ്. ഇവിടെ അലിൻ എന്താണ്? ഗാർലിക്കിൽ പ്രസന്റ് ആയിരിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് കേട്ടോ.
അപ്പം ഈ അലിനെ അലിസിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഓപ്ഷൻ സി അലിനേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. അപ്പൊ ഗാർലിക്കിന്റെ സിനോണിം അറിഞ്ഞിരിക്കുക എലിയം ആൻഡ് ലാസൻസ്. എലിയം സെറ്റൈവം ബിലോങ്സ് ടു ദി ഫാമിലി ലിലിയേസി ആണ് ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് വരുന്നത്. ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റുവന്റ് ആണ് നമ്മൾ പറഞ്ഞു അലിൻ വിച്ച് ഈസ് കൺവേർട്ടഡ് ടു അലിസിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിരിസ്റ്റിക്ക ഫ്രാഗ്രൻസ് ഈസ് ദ ബയോളജിക്കൽ സോഴ്സ് ഓഫ്. മിരിസ്റ്റിക്ക ഫ്രാഗ്രൻസ് എന്തിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ്? സിന്നമൺ, ജിഞ്ചർ, അസാഫോറ്റിഡ, നട്ട്മഗ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി നട്ട്മഗ് ആണ് കേട്ടോ. നട്ട്മഗിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ്. സിന്നമണിന്റെ നോക്കിയ സിന്നമം സൈലാനിക്കം ബിലോങ്സ് ടു ദി ഫാമിലി ലോറേസിയെ ആൻഡ് ജിഞ്ചറിന്റെ ആണെങ്കിൽ സിംഗിബർ ഒഫിഷ്നാലെ ബിലോങ്സ് ടു ദി ഫാമിലി സിംഗിബറേസിയെ. അസോഫോയിറ്റിഡ ആണെങ്കിൽ പെറുല അസാഫോയിറ്റിഡ ബിലോങ്സ് ടു ദി ഫാമിലി അപ്പിയേഷിയെ. ആൻഡ് നട്ട്മഗിന്റെ വരുന്നത് മിരിസ്റ്റിക്ക ഫ്രാഗ്രൻസ് ബിലോങ്സ് ടു ദി ഫാമിലി മിരിസ്റ്റേസി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഡൾട്ടറൻസ് ഓഫ് ക്ലൗ ഇൻക്ലൂഡ് ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. താഴെ പറയുന്നതിൽ നമ്മുടെ ക്ലൗവിന്റെ അഡൾട്ടറന്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മദർ ക്ലൗ, ബ്ലൗൺ ക്ലൗ, ക്ലൗ സ്റ്റാക്സ്, ക്ലൗ ബഡ്സ്. ഏതാണ് അഡൾട്ടറന്റ് അല്ലാത്തത്? ക്ലൗ ബഡ്സ് ആണ് അല്ലെ. കാരണം നമ്മൾ ക്ലൗവിന്റെ ബയോളജിക്കൽ സോഴ്സ് പറയുമ്പോഴേ പറയുന്നത് എങ്ങനെയാണ്? ക്ലൗ കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ഫ്ലവർ ബഡ്സ് ഓഫ് യൂജീനിയ കാരിയോഫിലസ് ബിലോങ്സ് ടു ദി ഫാമിലി മെർട്ടേസി ആണ് വരുന്നത്. സോ സിനോണിംസിലും ക്ലൗ ബഡ്സ് വരുന്നുണ്ട്. സോ അഡൾട്ടറന്റ് അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ക്ലൗ ബഡ്സ് ആണ് ആൻസർ. ഇനി എന്തൊക്കെയാണ് അഡൾട്ടറന്റ് ആയിട്ട് വരുന്നത്? മദർ ക്ലൗ, ബ്ലൗൺ ക്ലൗ, ക്ലൗ സ്റ്റാക്സ്, എക്സ്ഹോസ്റ്റഡ് ക്ലൗസ്. എക്സ്ഹോസ്റ്റഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇതിന്റെ അകത്തെ എസെൻഷ്യൽ കോമ്പൗണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു വോളറ്റൈൽ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുത്തതിന് ശേഷം വരുന്ന പാർട്ടില്ലേ, അതിനെയാണ് നമ്മൾ എക്സ്ഹോസ്റ്റഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മദർ ക്ലൗ. നമ്മൾ പറഞ്ഞു അഡൾട്ടറന്റ് ആയിട്ട് വരുന്നതാണ് മദർ ക്ലൗ. അതേതാണ്? ഫ്രൂട്ട്, സ്റ്റോക്ക്, സീഡ്, മെച്ചുർഡ് ഫ്ലവർ. മദർ ക്ലൗ എന്ന് പറയുമ്പോഴത്തേക്കിന് അതിന്റെ ഫ്രൂട്ട് ആണ് കേട്ടോ. ഫ്രൂട്ട്. ഓക്കെ. നമ്മുടെ മറ്റ് ഓപ്ഷൻസിൽ ഉണ്ടായിരുന്ന ബ്ലൗൺ ക്ലൗ. ബ്ലൗൺ ക്ലൗ എന്താണ്? ദിസ് ഈസ് ദ എക്സ്പാൻഡഡ് ഫ്ലവേഴ്സ് ഓഫ് ദ ക്ലൗ ട്രീ ആണ്. അതായത് ആ സ്റ്റേമെൻസ് ഡിറ്റാച്ച് ചെയ്തതിന് ശേഷമുള്ള പോർഷൻ ആണ്. ഇനി മദർ ക്ലൗസ് നമ്മൾ പറഞ്ഞു റൈപ്പൻഡ് ഫ്രൂട്ട്സ് ആണെന്ന് പറഞ്ഞു. ക്ലൗ സ്റ്റാക്സ്. ഈ ക്ലൗ സ്റ്റാക്സ് ആണ് എന്ത് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് നമ്മൾ അഡൾട്രേഷന് വേണ്ടിയിട്ട് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഈ അഡൾട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് മെത്തേഡാണ്. കാരണം ഇതില് കാൽഷ്യം ഓക്സലേറ്റ്സ് കാണാനായിട്ട് പറ്റും. ഓക്കെ. ഐസോഡയമെട്രിക് സ്ക്ലീറൈഡ്സ് ആണ് പ്രിസം ഓഫ് കാൽഷ്യം ഓക്സലേറ്റിന്റെ പ്രസൻസ് വെച്ചിട്ട് നമുക്ക് ഈ അഡൾട്രേഷൻ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി എക്സോസ്റ്റഡ് ക്ലൗ നമ്മൾ പറഞ്ഞു നേരത്തെ എക്സ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ കഴിഞ്ഞ് കിട്ടുന്ന ബാക്കി പോർഷൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബിറ്റർ പ്രിൻസിപ്പിൾ പ്രസന്റ് ഇൻ സഫ്രോൺസ്. സഫ്രോൺസിൽ പ്രസന്റ് ആയിരിക്കുന്ന ബിറ്റർ പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. പിക്രോക്രോസിൻ, പ്രോട്ടോക്രോസിൻ, ക്രോസിൻ, ക്രോസെറ്റിൻസ്. ക്രോസിൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, അതിന്റെ കളറിങ് കൊടുക്കുന്ന അതിന്റെ മെയിൻ കോൺസ്റ്റുവന്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ബിറ്റർ പ്രിൻസിപ്പിൾ കൊടുക്കുന്ന കോൺസ്റ്റുവന്റ് ആണ്. ആൻസർ വരുന്നത് പിക്രോക്രോസിൻസ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ. പിക്രോക്രോസിൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് എ മോണോടെർപിനോയിഡ് ഗ്ലൈക്കോസൈഡ്സ് ആണ്. Then it also a precursor to സഫ്രനാൾ. സഫ്രനാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഫ്രോൺസിന് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അരോമ കൊടുക്കുന്നത് ഈ പറയുന്ന സഫ്രനാൾ ആണ്. അതിന്റെ പ്രീകർസർ ആണ് ആരെന്ന് പറഞ്ഞാൽ പിക്രോക്രോസിൻ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ പറഞ്ഞു ക്രോസിൻ വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ സഫ്രോൺസ് കളർ. ആൻഡ് ക്രോസെറ്റിൻസ്. ക്രോസെറ്റിൻസിൽ നിന്നാണ് എന്ത് വരുന്നത്? നമ്മുടെ ക്രോസിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അനിത്തം ഗ്രേവിയോലൻസ് ഈസ് എ ബയോളജിക്കൽ സോഴ്സ് ഓഫ്. ഏതിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് അനിത്തം ഗ്രേവിയോലൻസ്? സാന്തൽവുഡ്, ക്യുമിൻ, കാരവേ, ഡില്ല്. കറക്റ്റ് ആൻസർ വരുന്നത് ഡില്ലാണ് കേട്ടോ. നമ്മുടെ ഇൻഫൻസിന്റെ കോളിക് പെയിൻ അല്ലെങ്കിൽ ആ ഒരു ഗ്യാസ് പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞ ഡിൽ ഓയിലാണ്. അപ്പൊ അതിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് അനിത്തം ഗ്രേവിയോലൻസ് എന്ന് പറയുമ്പോൾ. ദെൻ ഇതിന്റെ സിനോണിമ് വരുന്നത് യൂറോപ്യൻ ഡില്ല് അല്ലെങ്കിൽ അനിത്തം. ഓക്കെ. ബയോളജിക്കൽ സോഴ്സ് അല്ല, സിനോണിംസ് ആണ് അനിത്തം അല്ലെങ്കിൽ യൂറോപ്യൻ ഡില്ല് എന്നൊക്കെ പറയുന്നത്. ദെൻ ബയോളജിക്കൽ സോഴ്സ് എന്താണ് വരുന്നത്? അനിത്തം ഗ്രേവിയോലൻസ് ബിലോങ്സ് ടു ദി ഫാമിലി അംബെലിഫെറേ. അംബെലിഫെറേ ഫാമിലിയിൽ വരുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നട്ട്മഗ് ഡ്രഗ് ഈസ് ഒബ്ടൈൻഡ് ഫ്രം. നട്ട്മഗ് ഡ്രഗ് ഒബ്ടൈൻ ചെയ്യുന്നത് മെയിൽ പ്ലാന്റ്സിൽ നിന്നാണോ ഫീമെയിൽ പ്ലാന്റ്സിൽ നിന്നാണോ അതോ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ പ്ലാന്റ്സിൽ നിന്നാണോ അതോ ഇതൊരു ഹെർമാഫ്രോഡൈറ്റ് പ്ലാന്റ്സ് ആണോ? ആദ്യം തന്നെ അറിഞ്ഞിരിക്കാൻ നട്ട്മഗ് എന്ന് പറഞ്ഞാൽ
ഒരു ഡയേഷ്യസ് പ്ലാന്റ് ആണ് കേട്ടോ. ഡയേഷ്യസ് എന്താണ് ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിലും ഫീമെയിലും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സുകളാണ്, അല്ലെങ്കിൽ രണ്ടായിട്ട് കാണപ്പെടാൻ പറ്റും. അപ്പൊ അതിൽ തന്നെ ഫീമെയിൽ പ്ലാന്റ്സിൽ നിന്നാണ് നമ്മൾ നട്ട്മഗ് കളക്ട് ചെയ്യുന്നത്. ഈ ഫീമെയിൽ പ്ലാന്റ്സിന്റെ സീഡ്സ്, ഫീമെയിൽ ഫ്രൂട്ടിന്റെ സീഡ്സിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്യുന്നത്. അതായത് മെയിൽ ട്രീസിന് ശരിക്കും അവിടെ പൊള്ളൻ പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു റേഷ്യോ ഉണ്ട്. 7 ഫീമെയിൽ പ്ലാന്റിന് വേണ്ടിയിട്ട് 1 മെയിൽ പ്ലാന്റ്. ഇങ്ങനെയാണ് നമുക്ക് കൾട്ടിവേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു റേഷ്യോ വരുന്നത്. 7:1 ആണ് റേഷ്യോ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വോളറ്റൈൽ ഓയിൽ ഹാവിംഗ് എഫക്ട് ഓൺ കാർഡിയോവാസ്കുലർ സിസ്റ്റം. താഴെ പറയുന്നതിൽ ഏത് വോളറ്റൈൽ ഓയിലാണ് ആ ഒരു കാർഡിയോവാസ്കുലർ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആംബർഗ്രിസ്, ടാക്സസ്, കോളിയസ്, തുളസി. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി, കോളിയസിനാണ് കാർഡിയോവാസ്കുലർ സിസ്റ്റം എഫക്റ്റ് വരുന്നത് അല്ലെ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ് ഓഫ് കോളിയസ്. പോസ്കോളി ബിലോങ്സ് ടു ദി ഫാമിലി ലേബിയേറ്റെ. അപ്പൊ നമ്മളിപ്പോ ലേബിയേറ്റയിലെ മൂന്നാമത്തെ ഡ്രഗ് ആണ് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, തുളസി, അതുപോലെ തന്നെ സ്പിയർമിന്റ്, പുദീന, പിന്നെ മൂന്നാമതാണ് കോളിയസ്. അപ്പൊ ഈ കോളിയസിന് കാർഡിയാക് എഫക്റ്റ് കൂടാതെ തന്നെ ഇത് ആസ്മ ട്രീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെന്റിന്, ഗ്ലോക്കോമ, ബ്ലഡ് പ്രഷർ ലോവർ ചെയ്യാൻ, ഇങ്ങനെ ഒരുപാട് ആക്ഷൻസ് ഉള്ള ഒരു വോളറ്റൈൽ ഓയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാട്ട് ഈസ് ദ സിനോണിം ഓഫ്. നാട്ട് എന്തിന്റെ സിനോണിം ആണ്? നട്ട്മഗ്, ജാതമാൻസി, നക്സ് വോമിക്ക, നീം. ഇവിടെ നാടെന്ന് പറഞ്ഞാൽ ജാത്മാൻസിയുടെ ഒരു സിനോണിം ആണ് വരുന്നത്. ഓക്കെ, ഇന്ത്യൻ സ്പൈക്ക് നാടെന്നും പറയുന്നു, അതുപോലെ തന്നെ നാട്ട് നാടെന്നും പറയുന്നു. ഓക്കെ, ഇനി ബയോളജിക്കൽ സോഴ്സ് പറഞ്ഞാൽ നാർഡോസ്റ്റാക്കസ് ജാത്മാൻസി ബിലോങ്സ് ടു ദി ഫാമിലി വലേറിയനേസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രൂട്ട്സ് വിച്ച് ഗീവ് ഓർഡർ ഓഫ് തൈമോൾ. തൈമോളിന്റെ ഓർഡർ തരുന്ന ഒരു ഫ്രൂട്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തൈം, ഫെനൽ, അനൈസ്, അജോവാൻ. അപ്പോ തൈമോളിന്റെ ഓർഡർ തരുന്ന ഒരു ഫ്രൂട്ട് ആണ് അജോവാൻ. ഓപ്ഷൻ ഡി വരും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പൊ അജോവാന്റെ മൈക്രോസ്കോപ്പിക് ക്യാരക്ടേഴ്സ് നോക്കിയാൽ ഇതിന്റെ കളർ വരുന്നത് ഒരു ഗ്രേഷ് ബ്രൗൺ ഫ്രൂട്ട്സ് ആണ് ഇതിന് വരുന്നത്. ഓർഡർ തൈമോളിന്റെ ഓർഡർ, പിന്നെ ടേസ്റ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആരോമാറ്റിക് ടേസ്റ്റ് കാണും. അതുപോലെ തന്നെ മെരികാർപ്പ് സെപ്പറേറ്റ് ആയിരിക്കും. 5 പ്രൈമറി റിഡ്ജസ് ഉണ്ടായിരിക്കും. ഓക്കെ, the next question, chemical constituent of cumin include. നമ്മുടെ ക്യുമിനിൽ കാണപ്പെടുന്ന കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്യുമിനിക് ആൽഡിഹൈഡ്, ഫെലാൻട്രീൻ, ആൽഫ-പിനീൻ ആൻഡ് ബീറ്റ-പിനീൻ, all of the above. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, all of the above ആണ് കേട്ടോ. ക്യുമിന്റെ 3 to 4% ആണ് ഇതിന്റെ വോളറ്റൈൽ ഓയിൽ വരുന്നത്. അതുപോലെ 8 to 10% ഫിക്സഡ് ഓയിൽസ് ആയിരിക്കും, ആൻഡ് ബാക്കി പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും. ആ വോളറ്റൈൽ ഓയിലിൽ തന്നെ 25 to 35% ക്യുമിനിക് ആൽഡിഹൈഡ് ആണ്, ആൻഡ് സ്മോൾ ക്വാണ്ടിറ്റീസ് ഫെലാൻഡ്രിൻ ഉണ്ട്, ആൽഫ-പിനീൻ, ബീറ്റ-പിനീൻ ഉണ്ട്, ക്യുമിനിക് ആൽക്കഹോൾ ഉണ്ട്, ആൻഡ് ഹൈഡ്രേറ്റഡ് ക്യുമിനാൽഡിഹൈഡ് ഉണ്ട്. ഓക്കെ, അപ്പം എല്ലാം തന്നെ അതിന്റെ ബയോളജിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസിൽ വരുന്നതാണ്. Next question, which of the following aldehyde containing volatile oil is extracted by Queyle method? അപ്പോൾ നമ്മൾ നേരത്തെ volatile oil extraction പറഞ്ഞിരുന്നു, അതിന്റെ അകത്ത് Queyle method പറഞ്ഞിരുന്നു അല്ലേ. ഈ Queyle method വഴി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഏത് ടൈപ്പ് volatile oil, അല്ലെങ്കിൽ ഏത് ഡ്രഗിന് വേണ്ടിയിട്ടാണ്? ലെമൺ പീല്, സിട്രോണല്ല ഓയില്, സന്താൽവുഡ് ഓയില്, ചെനോപോഡിയം ഓയില്. ഏതിന്റെയാണ് വരുന്നത്? ആൻസർ വരുന്നത് ലെമൺ പീലിന്റെ ആണ് കേട്ടോ. ലെമൺ പീലിന്റെ പോലുള്ള സിട്രസ് ഫ്രൂട്ട്സുകൾക്ക് നമ്മൾ ക്യുവെലെ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു റൊട്ടേറ്റിംഗ് സ്പൈക്ഡ് ഡിസ്ക് ഉണ്ടായിരിക്കും. ഈ ഒരു റൊട്ടേറ്റിംഗ് സ്പൈക്ഡ് ഡിസ്ക് നമ്മുടെ ആ ഒരു ഓയിൽ ഗ്ലാൻസിനെ റപ്ചർ ചെയ്യുകയും അതിൽ നിന്ന് എസെൻഷ്യൽ ഓയിൽ കളക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ലെമൺ ഓയിൽസ് പോലുള്ള ഡ്രഗ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ദെൻ സിട്രോണല്ല ഓയിൽ ആണെങ്കിൽ, സന്താൽവുഡ് ഓയിൽ ആണെങ്കിലും, ചെനോപോഡിയം ഓയിൽ ആണെങ്കിലും ഒക്കെ സ്റ്റീം ഡിസ്റ്റിലേഷൻ ആണ് അവിടെ പ്രിഫർ ചെയ്യുന്നത്. സന്താൽവുഡ് ഓയിലിന് സ്റ്റീം ഡിസ്റ്റിലേഷൻ കൂടാതെ സോൾവെന്റ് എക്സ്ട്രാക്ഷൻ വഴിയും എക്സ്ട്രാക്ട് ചെയ്തെടുക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ക്യുവെലെ മെത്തേഡ് ആയിരുന്നു. അപ്പോൾ ഇതുപോലുള്ള സിട്രസ് ഫ്രൂട്ട്സിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യുവെലെ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇതിലൊരു റൊട്ടേറ്റിംഗ് സ്പൈക്ഡ് ഡിസ്ക് അല്ലെങ്കിൽ ചില ടൈമിൽ നീഡിൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഗ്ലാൻഡിനെ റപ്ചർ ചെയ്യുന്നത്. Okay. Next question, chemically terpenoids are. നമ്മൾ പറഞ്ഞു terpenoids ആണ് volatile oilsന്റെ
പ്രൈമറി കോൺസ്റ്റുവന്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ ടെർപിനോയിഡ്സിന്റെ ഫങ്ഷണൽ യൂണിറ്റ് ആരായിരുന്നു? ഐസോപ്രിനോയിഡ്സ് ആയിരുന്നു അല്ലെ, ഐസോപ്രിൻസ് ആയിരുന്നു. ഇനി അതിന്റെ മോളിക്കുലർ ഫോർമുല ഏതാണ് പറഞ്ഞത്? C5H8 ആണ് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റുവന്റ് അല്ലെങ്കിൽ കെമിക്കൽ നെയിം കണ്ടുപിടിക്കാം. 1-methyl 2,3-butadiene, 3-methyl 1,2-butadiene, 2-methyl 1,3-butadiene, 2-methyl 1,3-butatrienes. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് 2-methyl 1,3-butadiene ആണ് ഐസോപ്രിന്റെ അല്ലെങ്കിൽ ടെർപിനോയിഡ്സിന്റെ ആ ഒരു കെമിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ കെമിക്കൽ നെയിം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെർപിനോയിഡ് സിനിയോൾ ഈസ് പ്രസന്റ് ഇൻ. അപ്പോൾ സിനിയോൾ പ്രസന്റ് ആയിരിക്കുന്നത് താഴെ പറയുന്ന ഏത് വോളറ്റൈൽ ഓയിലാണ്? ജെറാനിയം ഓയിൽ, കാരവേ ഓയിൽ, യൂക്കാലിപ്റ്റസ് ഓയിൽ, പെപ്പർമിന്റ് ഓയിൽ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് യൂക്കാലിപ്റ്റസ് ഓയിൽ ആണ് കേട്ടോ. യൂക്കാലിപ്റ്റസ് ഓയിലിന്റെ ഒരു മെയിൻ കണ്ടന്റ് ആണ് സിനിയോൾ എന്ന് പറയുമ്പോഴത്തേക്കിന്. അപ്പോൾ യൂക്കാലിപ്റ്റസ് എന്തിനാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ നേരത്തെ, കഫ്, ബ്രോങ്കിയൽ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് സിനിയോള് യൂക്കാലിപ്റ്റസിൽ കൂടാതെ റോസ്മേരി, കാംഫർ ഇതിലൊക്കെ കാണുന്ന ഒരു കോൺസ്റ്റുവന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊറിയാണ്ടർ ലീവ്സ് ആർ റിച്ച് സോഴ്സ് ഓഫ്. നമ്മൾ നേരത്തെ കൊറിയാണ്ടറിന്റെ കണ്ടന്റ് പറഞ്ഞു അല്ലെ, ഡി ലിനലോൾ ആയിരുന്നു അതിൻ്റെ അകത്തെ മെയിൻ കോൺസ്റ്റുവന്റ് എന്ന് പറഞ്ഞു. ഇനി കൊറിയാണ്ടർ ലീവ്സിൽ കാണപ്പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത് വൈറ്റമിൻ, വോളറ്റൈൽ ഓയിൽ, ജെറാനിയോൾ, പിനിൻസ്. ഏതാണ് വരുന്നത്? കൊറിയാണ്ടറിന്റെ മെയിൻ കണ്ടന്റ് ആണ് വൈറ്റമിൻസ് എന്ന് പറയുമ്പോഴത്തേക്കിനും വൈറ്റമിൻ എ ആണ് മെയിൻ ആയിട്ടുള്ള കൊറിയാണ്ടർ ലീവ്സിൽ കാണപ്പെടുന്ന ജെന്റ്. വോളറ്റൈൽ ഓയിൽ ആണെങ്കിൽ ഡി ലിനലോൺ ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെർപിനോയിഡ്സ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം. ടെർപിനോയിഡ്സ് നമുക്ക് എങ്ങനെയാണ് ഒബ്റ്റൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ പാത്വേ ആണ് ചോദിച്ചിരിക്കുന്നത്. സിട്രിക് ആസിഡ് സൈക്കിൾ, മെവലോണിക് ആസിഡ് പാത്വേ, ക്രബ്സ് സൈക്കിൾ, ഓൾ ഓഫ് ദ എബോവ്. ഇതില് സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ATP ജനറേറ്റ് ചെയ്യുന്ന ഒരു സൈക്കിൾ ആണ് അല്ലെ. ഇറ്റ്സ് അതർവൈസ് കോൾഡ് ക്രബ്സ് സൈക്കിൾ. അപ്പൊ ഇത് രണ്ടും ആൻസർ വരില്ല. പിന്നെ ഏതാ വരിക? മെവലോണിക് ആസിഡ് പാത്വേ വഴിയാണ് നമ്മൾ ടെർപിനോയിഡ്സ് സിന്തസൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following oil is marketed by the name oil of wintergreen? അപ്പോൾ താഴെ പറയുന്നതിൽ ഏത് ഓയിലാണ് നമ്മൾ ഓയിൽ ഓഫ് വിന്റർഗ്രീൻ എന്ന നെയിമിൽ മാർക്കറ്റ് ചെയ്യുന്നത്? യൂക്കാലിപ്റ്റസ് ഓയിൽ, ക്ലോവ് ഓയിൽ, ചിനോപോഡിയം ഓയിൽ, ഗോൾത്തീരിയ ഓയിൽ. കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഗോൾത്തീരിയ ഓയിൽ ആണ് ഓയിൽ ഓഫ് വിന്റർഗ്രീൻ എന്ന പേരിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. ഇതിന്റെ കെമിക്കൽ നോക്കിയാൽ മീഥൈൽ സാലിസിലേറ്റ് ആണ് വരുന്നത്. ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഗോൾത്തീരിയ പ്രോകമ്പൻസ് എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്യുന്നത്. ആ പ്ലാന്റിന്റെ പേരാണ് വിന്റർഗ്രീൻ. അതുകൊണ്ടാണ് ആ ഓയിലിനെ നമ്മൾ ഓയിൽ ഓഫ് വിന്റർഗ്രീൻ എന്ന് പറയുന്നത്. ഫാമിലി വരുന്നത് എരിക്കേസി ആണ് കേട്ടോ, എരിക്കേസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following amblyophiae fruits containing 30 to 40 വിറ്റെ on dorsal surface? ഇത് ഇമ്പോർട്ടന്റ് ആണ് കാരണം നമ്മൾ amblyophiae ഫ്രൂട്ട്സിൽ വിറ്റേസിന്റെ നമ്പർ പഠിക്കുന്നുണ്ട്. എന്താണ് വിറ്റെ എന്ന് പറഞ്ഞാല്? വിറ്റെ എന്ന് പറഞ്ഞാല് നാരോ ട്യൂബ് ക്യാവിറ്റീസ് ആണ്. അതിൻ്റെ അകത്താണ് നമ്മുടെ ആ ഒരു ഓയിൽ ഗ്ലാൻസ് പ്രസന്റ് ആയിരിക്കുന്നത് അല്ലെ. അപ്പം amblyophiae ഫ്രൂട്ട്സിൽ 30 to 40 വിറ്റെ ഡോർസൽ സർഫസിൽ കാണപ്പെടുന്നത് ഏത് ഡ്രഗ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? കാരവേ, ടില്ല്, അനൈസ്, കൊറിയാണ്ടർ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി അനൈസ് ആണ് കേട്ടോ. നമുക്ക് ഓരോന്നിന്റെ നോക്കാം. കാരവേ ആണെങ്കിൽ ഡോർസൽ സർഫസിൽ ഒരു 4 വിറ്റയും കമ്മ്യൂസുറൽ സർഫസിൽ 2 വിറ്റെ ആയിരിക്കും കാണപ്പെടുന്നത്. ഇനി ഡില്ലാണെങ്കിലും അതുപോലെ തന്നെയാണ്. ഡോർസൽ സർഫസിൽ 4ഉം അതുപോലെ കമ്മ്യൂസുറൽ സർഫസിൽ 2 ആണ്. സെയിം തന്നെയാണ് കാരവേക്കും ഡില്ലിനും. ഇനി അനൈസിന്റെ നോക്കിക്കുക. അനൈസിന്റെ ആണെങ്കിൽ വെൻട്രൽ സർഫസിൽ 2 ഉള്ളൂ, പക്ഷെ ഡോർസൽ സർഫസിൽ ഏകദേശം 20 to 40 വിറ്റെ പ്രസന്റ് ആണ്. ഇനി കൊറിയാണ്ടർ നോക്കിയാലും ഡോർസൽ സർഫസിൽ 2 വിറ്റയാണ് കാണപ്പെടുന്നത്. അപ്പൊ അനൈസിനാണ് 20 to 40 അല്ലെങ്കിൽ 30 to 40 വിറ്റെ ഡോർസൽ സർഫസിൽ കാണപ്പെടുന്നത്. നെക്സ്റ്റ് അവർ ഫൈനൽ ക്വസ്റ്റ്യൻ, സ്വീറ്റ് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ഓറഞ്ച് പീൽ. ഓറഞ്ച് പീലിൽ പ്രസന്റ് ആയിരിക്കുന്ന സ്വീറ്റ് സബ്സ്റ്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒറൻഷ്യ മാരിൻ, കോണിഫെറിൻ, ജെറാനിയോള്, സിട്രല്ല. ഏതാണ് ഓറഞ്ച് പീലിൽ കാണപ്പെടുന്ന സ്വീറ്റ് സബ്സ്റ്റൻസ്? ഓപ്ഷൻ ബി കോണിഫെറിൻ വരും കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഓറഞ്ച് പീൽ നോക്കിയാൽ ഓറഞ്ച് പീൽ ഈസ് ദ ഡ്രൈഡ് ഓർ ഫ്രഷ് ഔട്ട് പാർട്ട് ഓഫ് ദ പെരികാർപ്പ് അല്ലെ. പെരികാർപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു ഔട്ടർ വാൾ ഓഫ് ദ
Ripe or nearly ripe fruits of Citrus aurantium belongs to the family Rutaceae. ഇനി ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റുവന്റ് നോക്കിയേ, 2 to 4% ആയിരിക്കും വോളറ്റൈലോയിഡ്സ് ഉള്ളത്. ലിമോണിനായിരിക്കും 90%. സിട്രാൽ, സിട്രോണല്ലാൽ, ഹെസ്പിരിഡിൻ, വൈറ്റമിൻ സി, പെക്റ്റിൻ, നാരഞ്ചിൻ ഒക്കെ ഇതിൽ പ്രസന്റ് ആണ്. അതിൽ തന്നെ സ്വീറ്റ്സ് ടേസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സ്വീറ്റിക്ക് കാരണമാവുന്നത് കൊണിഫെറിനും ആൻഡ് ബിറ്റർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഓറൻഷ്യ മാർണോ ആണ്. ഓക്കെ, അപ്പോൾ സ്വീറ്റ് എന്ന് പറയുന്നത് കോണിഫെറിൻ എന്ന് പറയുന്ന കെമിക്കൽ കോൺസ്റ്റുവന്റ് കാരണമാണ്. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.